രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് ഉച്ചയ്ക്ക് കർണാടകയിൽ നാമനിർദ്ദേശ പത്രിക നൽകും. രാഹുൽ ഗാന്ധിയും പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കും. പവൻ ഖേര, മൻസൂർ അലിഖാൻ എന്നിവരാണ് കർണാടകയിൽ നിന്ന് മത്സരിക്കുന്ന മറ്റു നേതാക്കൾ. ബിജെപി സ്ഥാനാർത്ഥികളും ഇന്നു മുതൽ പത്രിക നൽകും. 10 സംസ്ഥാനങ്ങളിലെ 27 സീറ്റുകളിലേക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. പറയൂ ആദിൽ. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനമുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ജോർജ് കുര്യൻ സ്ഥാനമൊഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭാംഗമാവുകയും പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ മധ്യപ്രദേശിൽ നിന്നുള്ള ഒഴിവരുന്ന 2 സീറ്റുകളിലേക്ക് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ജോർജ് കുര്യന്റെ പേര് ഉണ്ടായിരുന്നില്ല. മറ്റു മലയാളികൾ ഉണ്ടാകും എന്ന ചർച്ചകളും ഉണ്ടായിരുന്നു. പക്ഷേ അതും കണ്ടില്ല എന്നതാണ്. ഇന്ന് മുതലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വീണ്ടും മത്സരിക്കുന്നുണ്ട്. നിലവിൽ മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. മല്ലികാർജ്ജുൻ ഖർഗെ കർണാടകയിൽ നിന്നാണ് മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകും. രാഹുൽ ഗാന്ധിയും പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് മല്ലികാർജ്ജുൻ ഖർഗെ. ആ വിധത്തിലുള്ളൊരു പരിഗണന എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കർണാടകയിലേക്ക് പോയി ആ പരിപാടിയിൽ പങ്കെടുക്കും. ഒപ്പം കോൺഗ്രസ് മീഡിയ വിഭാഗം മേധാവി പവൻ ഖേരയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രധാനപ്പെട്ട ഒരു മുഖം. ഒപ്പം AICC സെക്രട്ടറി, മുൻ രാജ്യസഭാ അധ്യക്ഷൻ റഹ്മാൻ ഖാന്റെ മകൻ മൻസൂർ അലിഖാൻ എന്നിവരാണ് കർണാടകയിൽ നിന്ന് മത്സരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ പട്ടികയും പുറത്തു വന്നിരിക്കുന്നു. ഒപ്പം BJPയുടെ പട്ടികയുമുണ്ട്. മലയാളികൾ ആരും നിലവിൽ BJPയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല ചർച്ചകളിൽ ഉണ്ടായിരുന്നത് പോലെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും 10 സംസ്ഥാനങ്ങളിലെ 27 സീറ്റുകളിലേക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ